ഹായ് ഫ്രണ്ട്സ്, എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സേമിയ പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതുരുചിയിലുള്ള ഒരു സേമിയ പായസം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഞാൻ ഈ പായസത്തിലേക്ക് സേമിയ മാത്രമല്ല കുറച്ച് ചൊവ്വരി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ സാധാരണ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലേവറിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് കൂടുതൽ അളവിലാണ്. അതുകൊണ്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. 300 ഗ്രാം സേമിയാണുള്ളത്. ഇതിലേക്ക് ചേർക്കുന്ന സേമിയ നേരിയതായിട്ടുള്ളൊരു സേമിയ, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സേമിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേമിയ ചേർക്കുക. കുറച്ച് തിക്കായിട്ടുള്ളതാവുമ്പോൾ കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാൻ. അത് പെട്ടെന്നായി കിട്ടാനാണ് ഞാനിത് ചേർത്തത്. നന്നായി റോസ്റ്റാക്കി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് 4 ലിറ്റർ പാല് ചേർക്കുക. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ 4 ലിറ്ററിലേക്ക് 1 ലിറ്റർ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൊവ്വരി കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചൊവ്വരി 10 മിനിറ്റോളം ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൊവ്വരി ഇതിലേക്ക് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. അടുത്ത് നമുക്ക് പഞ്ചസാര ചേർക്കണം. അതിന് മുന്നേ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ മുഴുവനായിട്ട് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർക്കണ്ട. കാരണം കണ്ടൻസ് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ചൊവ്വരിയും പഞ്ചസാരൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പാലൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്ലേവറിനുള്ള ഓറഞ്ചിൻ്റെ സ്കിന്നാണ് ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏലക്കായല്ലേ ഉപയോഗിക്കുക. അതിന് പകരം ഓറഞ്ചിൻ്റെ സ്കിന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ മുഴുവൻ സ്കിന്നും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിനൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് വരും. കാണാൻ നല്ല ഭംഗിയാണ്, കുടിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മിക്കവാറും പായസത്തിലൊക്കെ ഏലക്കാണല്ലോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുക. അപ്പോൾ അതിന് പകരം നമുക്ക് വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഓറഞ്ചിൻ്റെ സ്കിന്ന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു മണമാണ് ഇത് തിളച്ച് വരുമ്പോൾ ഉണ്ടാവുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചൊവ്വരി മുഴുവനായിട്ട് വേവിച്ചെടുത്തത്. ഒരു 3/4 ഭാഗം ചൊവ്വരി വെന്താൽ നമുക്കിതിലേക്ക് വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം.
ചേർത്ത് ഉടനെ തന്നെ പെട്ടെന്ന് മിക്സാക്കി എടുക്കുക. കാരണം സേമിയ താഴ്ഭാഗത്ത് പോയിട്ട് കട്ടയായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റാം. സേമിയ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഹോം മെയ്ഡാണ്. മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഈ പായസം ഇവിടെ തയ്യാറാക്കുമ്പോൾ മറ്റേ സ്റ്റൗവിൽ കണ്ടൻസ് മിൽക്കും കൂടെ തയ്യാറാക്കി. അപ്പോൾ ഇത് ഒരു 3 കപ്പ് ഉണ്ടാവും. 3 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പായസം ഇവിടെ തയ്യാറാക്കുമ്പോൾ മറ്റേ സ്റ്റൗവിൽ തയ്യാറാക്കിയെടുത്ത കണ്ടൻസ് മിൽക്കാണിത്. അത്രയും സമയം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതൊന്ന് തിളച്ച് വരിക. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ പായസത്തിൻ്റെ പണി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഇതിനുണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പായസം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൊവ്വരി ആണെങ്കിലും സേമിയ ആണെങ്കിലും ലോ ഫ്ലെയിമിൽ തന്നെ തിളച്ച് റെഡിയായി വരണം. എങ്കിലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സമയം എടുത്ത് ചെയ്യണം. അപ്പോൾ ഇതിനിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് ആ ഓറഞ്ചിൻ്റെ സ്കിൻ ഇട്ടതുകൊണ്ടാണ്. ഒരു നല്ലൊരു മണം വരും ഇത് തിളച്ച് വരുമ്പോൾ. കുടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സാ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ എല്ലാ പായസത്തിലും ചെയ്യുന്ന പോലെ ചെയ്യുക. ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെയാണ്. ഒരു പ്രത്യേക മണമാണ്. കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പായസം ഇതുപോലെ ഈ ഒരു ഫ്ലേവറിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ഫ്ലേവറിൽ നിങ്ങൾക്ക് പായസം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.